നിങ്ങളെല്ലാവരും അഖിലിൻ്റെ ലേറ്റസ്റ്റ് ലൈവ് കണ്ടിട്ടുണ്ടാവും. എന്താ പറയുക, വലിച്ച് കീറി എന്ന് തന്നെ പറയാം. നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം. കാരണം അർജുന് ഇപ്പോൾ വീഡിയോ ചെയ്തല്ലോ. മാരാറിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ്സും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് അവനോട് സംസാരിച്ച് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അവന് വാക്കുകൾ കൊണ്ട് അനർഗളം നിർഗളം അവൻ എടുത്തും തിരിച്ചും മറച്ചും ഇട്ട് സംസാരിച്ച് കളയും. ലൈക്ക് ഒരു ലൈക്ക് ലോയർ അല്ലെങ്കിൽ അതുക്കും മേലെ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്താ പറയുക, വാരിക്കൊന്ന്. അപ്പോൾ നമുക്ക് മാരാറിൻ്റെ സൈഡും കേൾക്കാം, സീക്രട്ട് ഏജൻറ്റിൻ്റെ സൗണ്ടും കേൾക്കാം, കാര്യങ്ങളും കേൾക്കാം. ഓക്കെ, അപ്പോൾ മാരാറ് വളരെ വിനീത കുലീതനായിട്ട് എന്താ പറയുക, വലിച്ചു കീറിയിട്ടുണ്ട്. കേൾക്കാം. സന്തോഷത്തിന്റെയും ആത്മനിർവൃതിയുടെയും ഒക്കെ തന്നെ അത്യുന്നതങ്ങളായ ശൃംഗങ്ങളുടെ ഉയരങ്ങളിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. കാര്യം, ഞാൻ രാവിലെ എണീറ്റ സമയത്ത് എനിക്ക് 1-2 യൂട്യൂബ് ലിങ്കുകൾ എന്റെ സുഹൃത്തുക്കൾ അയച്ചു തന്നു. അളിയൻ കേട്ടിരുന്നോ, സീക്രട്ട് ഏജന്റ് അളിയനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഒരു നിമിഷം ഒന്ന് സംശയിച്ചു. ഇദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യൻ, സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് നാസ പുതിയ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്ന സമയത്തും, അല്ലെങ്കിൽ ഉസൈൻ ബോൾട്ട് ഒളിമ്പിക്സിൽ വിജയിച്ചു കഴിയുന്ന സമയത്തും, മൈക്കൽ ഫെൽപ്സ് നീന്തലിൽ വിജയിച്ചു കഴിഞ്ഞ സമയത്തും, അതല്ല എന്നുണ്ടെങ്കിൽ ആൽഫ്രഡ് ഹിച്ച്കോക്കിനെയും അല്ലെങ്കിൽ നമ്മുടെ ഡെൻസിൽ വാഷിംഗ്ടനെയും ഒക്കെ പോലെയുള്ള വലിയ പ്രഗത്ഭന്മാരായ നടന്മാർ അഭിനയിച്ചു കഴിയുമ്പോൾ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ വിലയിരുത്തുന്ന ഒരു വലിയ മനുഷ്യനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ അറിഞ്ഞുകൂടാത്ത വിഷയങ്ങളൊന്നുമില്ല. അപ്പൊ ഇദ്ദേഹത്തെ പോലെ ഒരാൾ വളരെ സാധാരണക്കാരനായ എന്നെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ എന്തായാലും പുറത്ത് നിൽക്കുന്ന സമയത്താണ് ഇത് കേട്ടത്. ഞാനത് കേട്ട സമയത്ത് അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട മാത്രയിൽ തന്നെ അന്തരീക്ഷത്തിന്റെ സ്വഭാവം പെട്ടെന്ന് മാറുകയാണ് ഉണ്ടായത്. പെട്ടെന്ന് സൂര്യൻ ഇത് കേട്ട് ഭയന്ന് മേഘപാളികൾക്കുള്ളിൽ ഒളിച്ചു. പെട്ടെന്ന് അന്തരീക്ഷം ഇരുണ്ടു. രാവിലെ തൊട്ട് മഴ വന്നു തുടങ്ങി. പിന്നീട് ഞാൻ അടുത്ത ഒരു മച്ചിപ്പശു നിപ്പുണ്ടായിരുന്നു. ആ മച്ചിപ്പശു ഇദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട സമയം ആ നിമിഷം പ്രസവിച്ചു. സോ എന്താ പറയുക, ലൈക്ക് മലയാളം അനർഗളം നിർഗളം ആള് തേച്ച് ഒട്ടിച്ചിട്ടുണ്ട്. കാരണം തൊലി ഉരിഞ്ഞു പോവാന്നുള്ള രീതിയിൽ സീക്രട്ട് ഏജന്റിനെ ലൈക്ക് നീ അതിൻ്റെ അകത്ത് പോയിട്ട് എന്ത് കണ്ടന്റാടാ കൊടുത്തത്, ഒരു സംഭവങ്ങളും നിനക്ക് അതിൻ്റെ ഉള്ളിൽ പറയാനുള്ളതുണ്ടോ എന്നുള്ള രീതിയിൽ വലിച്ചു കീറിയിട്ടുണ്ട്. വലിച്ചു കീറുന്ന പറഞ്ഞാൽ നമ്മൾക്ക് ഇന്റർവ്യൂവിൽ കയറുമ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷം ഇന്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, മറ്റേ മാരാറിൻ്റെ വിഷയത്തിനൊക്കെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മുടെ സായി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന വ്യക്തി അതിൻ്റെ ഉള്ളിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈവൻ ലൈക്ക് നമ്മുടെ ഇൻട്രോയിൽ പോലും നിങ്ങൾ സായി കൃഷ്ണ ആയിട്ടാണ് ഞാൻ പോകുന്നത്, സീക്രട്ട് ഏജന്റ് ആയിട്ട് എന്നെ എക്യൂറ്റ് ചെയ്യരുത്, സായി കൃഷ്ണ ആയിട്ടാണ് ഞാൻ കയറുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും അതിൻ്റെ ഉള്ളിൽ ജാഫർ അങ്കിളിൻ്റെ ദൂതനായിട്ട് പോവുകയും ജാസ്മിനായിട്ട് സംസാരിക്കുകയും ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കുകയും ആദ്യം തന്നെ നോമിനേഷനിലേക്ക് പോവുകയും പുറത്ത് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് നേരെ ഉൾട്ടടിക്കുകയും ഓപ്പൺ ഏജന്റ് എന്നുള്ള പേരിലാവുകയും സൈഡ് വലിഞ്ഞ് പോയിട്ട് പിന്നെ പെങ്ങളുട്ടി വൈബ് ക്രിയേറ്റ് ചെയ്യുകയും ഫിസിക്കൽ ഇഷ്യൂസും കാര്യങ്ങളെല്ലാം വേറെ കേട്ടോ മറ്റു കാര്യങ്ങളായിട്ട് പോവുകയും അത് കഴിഞ്ഞ് പിന്നെ ടാസ്കിൽ രണ്ടുമൂന്നൊരു ഇതിൽ ടാസ്ക് വൈസ് ഈസ് ഓക്കെ, എന്നാലും പുറത്ത് ആസ് എ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ് നമ്മളോട് ഇത്രയും റിവ്യൂ ചെയ്തിരുന്ന ബിഗ് ബോസ് റിവ്യൂ ചെയ്തിരുന്ന ഒരു വ്യക്തി, അതേപോലെ പുറത്ത് എന്നോടാണെങ്കിലും പല ആൾക്കാരോടാണെങ്കിലും ശക്തമായ ഗെയിം പ്ലാൻ സായി കയറി ആ സമയത്ത് സായി ആ സമയത്തൊക്കെ കയറുന്ന സമയത്ത് തന്നെ ഗബ്രി ജാസ്മിൻ കോംബോ, അപ്പുറത്ത് ജിൻഡോ ഇഷ്യൂസ് ഒക്കെ പൊട്ടി നിൽക്കുന്ന സമയത്ത് ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് വൈൽഡ് കാർഡായിട്ട് സീക്രട്ട് ഏജന്റ് കയറി പൊളിക്കുന്നുള്ളത്. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു ബിൽഡപ്പാണ് തന്നുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഭാഗമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒന്നും ചെയ്യാത്ത രീതിയിൽ ഒരു പഴം വിഴുങ്ങിയ അവസ്ഥയിൽ ഇറങ്ങിയിട്ട് പുള്ളി പകച്ചുപോയി എൻ്റെ ബാല്യം എന്ന് എനിക്ക് ഫീൽ ചെയ്തൊരു സിറ്റുവേഷനിൽ പുള്ളി പറഞ്ഞ കാര്യമാണ് ഞാനൊരു മനുഷ്യനായി. അപ്പം പുള്ളിയുടെ ഫാമിലി ഇഷ്യൂസൊക്കെ മാറി, പുള്ളി എന്തിനാണോ വന്നത് അത് പുള്ളിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. എന്നിട്ട് എന്ത് ചെയ്തു, പുള്ളി പണപ്പെട്ടിയും കൊണ്ടങ്ങ് വന്നു. അപ്പോൾ ഈ മാരാര് പറഞ്ഞത് നല്ല രീതിക്ക് സായിക്ക് കൊണ്ടിട്ടുണ്ട്. കാരണം സ്വപ്നങ്ങൾ പോലും ഉണ്ടാവില്ല ഇത്രയും വലിയ എന്നുള്ളൊരു അവസ്ഥയിലാണ് നമ്മുടെ മാരാര് വലിച്ചു കീറിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സായി കൃഷ്ണയ്ക്ക് എന്താണ് പറയാനുള്ളത് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ഒന്ന് പറയാം. അപ്പം എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരാൾക്കൊരു പേഴ്സണലി കൊള്ളുമല്ലോ, എന്താണെങ്കിലും മനുഷ്യരല്ലേ. അപ്പോൾ മാരാര് പറഞ്ഞത് ലൈക്ക് മാരാര് എൻ്റെ അമ്മേ എന്നുള്ളൊരു അവസ്ഥയിലാണ്. അപ്പോൾ നമുക്ക് സായിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കേൾക്കാം. കാണാത്തതുകൊണ്ട് ഞാൻ എടുത്തു ചോദിക്കുന്നുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എവിടെയാ? ഇത് ഞാൻ 1-2 വട്ടം ചോദിച്ചതിന് ശേഷമാണ് ഞാൻ അതിനൊരു റിപ്ലൈ കൊടുക്കുന്നത്.
ഓക്കെ. അപ്പൊ അത് ആളിന് ഭയങ്കര ഹേർട്ടായി തോന്നുന്നു. അപ്പോഴത്തേക്കും രാജാവിനെ ഇളകി, രാജാവ് കൊമ്പും കൂലൊക്കെ ആയിട്ട് വന്നൂടെ. വായ്ത്താളം അടിക്കാൻ എനിക്ക് ഇപ്പോഴും പറ്റൂടെ, മനസ്സിലായ? വായ്ത്താളത്തിന് വലിയ കുറവൊന്നുമില്ല, ഇവിടെ തന്നെ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ നീ കളിച്ച പോലെ തന്നെ എനിക്ക് കളിക്കണമെന്നില്ല. ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം കളി മാറ്റാൻ ഞാൻ മാറാതെ ഞാൻ അങ്ങനെ തന്നെയാണ് നിന്നേ. നിങ്ങൾ മക്കളെ മറ്റേ ലാലേട്ടൻ എന്നെ സ്റ്റേജിൽ വിളിച്ച സമയത്ത് ഞാനൊരു AV കൊടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇതൊന്നും ആരും എടുത്തു പിടിച്ച് നോക്കിയതോ കണ്ടതൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ സീക്രട്ട് ഏജന്റിനെ ആവും കണ്ടിട്ടുണ്ടാവുക. നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് സായി കൃഷ്ണനെയാണ്. ഞാൻ എന്താണെന്നുള്ളത് റിവീലാവും. സായി കൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെയാണെന്നുള്ളതും, ആ സായി കൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇത്രയും കാലം ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം റിയൽ ലൈഫിലേക്ക് കയറിയപ്പോൾ വന്നിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്ത് സെൽഫായിട്ട് ഈ കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ്റെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു മോട്ടീവായിരുന്നു എൻ്റെ മെയിൻ കാര്യം. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് എത്ര പേർക്ക് അത് കൺവേ ആയിട്ടും നിങ്ങളെ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് നീ അങ്ങനെ ചെയ്തില്ലല്ലോ ഇങ്ങനെ ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ല. ബിക്കോസ് ഐ എം വെരി ഹാപ്പി. ഞാൻ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇത് ഞാൻ വെക്കാൻ കാരണം ഇപ്പോഴും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഞാൻ വെക്കാനും കണ്ടിട്ടില്ല. ഇനി അങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലോ, റിയൽ ലൈഫിൽ യു ആർ ഗോയിങ് ടു സീ സീക്രട്ട് ഏജന്റ്. വളരെ ശക്തിയായിട്ട് ഓരോ ദിവസം തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും. ആ സീക്രട്ട് ഏജന്റ് നിങ്ങൾ ഏത് രീതിയിലാണെങ്കിലും സീക്രട്ട് ഏജന്റ്. അപ്പോൾ വോയിസ് എല്ലാവരും കേട്ടല്ലോ. ഒന്നാമത് ഈ എക്സ്പെക്ടേഷൻ എന്നുള്ള രീതിയിൽ കമന്റ് കണ്ടു എന്ന് സായി പറയുന്നു. സായിയുടെ ഭാര്യ തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇതെന്താണ് ഇങ്ങനെ കളിക്കുന്നത്, സീക്രട്ട് ഏജന്റ് ആയിട്ട് നിൽക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്, ഇതെന്താ ഇങ്ങനെ കളിക്കുന്നത്. പിന്നെ എൻ്റെ അകത്ത് പോയതിന് ശേഷമാണ് ഇല്ല ഇത് സായി കൃഷ്ണയായിട്ടേ കളിക്കുള്ളൂ എന്നുള്ളൊരു സത്യം എനിക്ക് മനസ്സിലായത് എന്ന് സ്നേഹ പറയുന്നുണ്ട്. ഫസ്റ്റ് തിങ്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് ലൈക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ എന്നിലെ ഐഡന്റിറ്റി തിരിച്ചെടുക്കാനാണ് ബിഗ് ബോസിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് അവനവൻ്റെ ഐഡന്റിറ്റി തിരിച്ചെടുക്കാൻ പോകേണ്ട ഒരു ഷോ അല്ല. ഓക്കെ, സായി കൃഷ്ണയെ എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ സായി കൃഷ്ണ അത് പേഴ്സണൽ സ്പേസും ഉണ്ട്, പബ്ലിക് സ്പേസും ഉണ്ട്. പബ്ലിക് സ്പേസിൽ സായി എന്ന് പറയുന്ന വ്യക്തി സീക്രട്ട് ഏജന്റ് ആണ്. അപ്പോൾ പബ്ലിക്കിലോട്ട് സായി ഇത്രയും നാളും ത്രൂ യൂട്യൂബ് ചാനൽ എന്താണോ എക്സ്പോസ് ചെയ്തത് അതേ രീതിയിൽ തന്നെ ആ ഒരു എക്സ്പോഷർ കീപ്പ് ചെയ്ത് പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ അവിടെ പബ്ലിക്കലി വന്നിട്ട് ഈ കണ്ണാപ്പി അല്ലെങ്കിൽ കണ്ണൻ സായി എന്നുള്ള രീതിയിൽ ഒരു ഔട്ട് കൊടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി ആൻഡ് സ്നേഹയുടെ കേസ് ആ ഒരു വോയിസ് പുറത്തേക്ക് പോയ കാര്യം സ്നേഹയ്ക്ക് അറിയാമായിരുന്നു എന്നുള്ളതും സ്നേഹ ഓൾറെഡി ഇന്റർവ്യൂവിൽ പറയുകയും ചെയ്തു. അത് റിലേറ്റഡ് ഹെൽനോസ് പാട്ടർ വീഡിയോ മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. സോ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി എഫക്ട് യുവർ ഇൻക്രെഡിബിലിറ്റി, അതിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ പറയുന്നുണ്ട് റിയൽ ലൈഫിൽ സീക്രട്ട് ഏജന്റ് ആയിട്ട് തന്നെ നിങ്ങൾ കാണും, പവർഫുൾ ആയിട്ട് തിരിച്ചു വന്നേ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ താങ്കളുടെ ക്രെഡിബിലിറ്റിയെ ഭയങ്കരമായിട്ട് സംഭവങ്ങൾ എഫക്ട് ചെയ്തിട്ടുണ്ട്. അത് കമന്റ് ബോക്സിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും കാണാം. ആൻഡ് സായി പറയുന്ന ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഞാനും പറഞ്ഞതാണ്, നിങ്ങൾ വൈബഗുഡായിട്ട് ട്രീറ്റ് ചെയ്ത്, വൈബഗുഡല്ല ദേവുമായിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത് എന്നുള്ളതും ദേവു പേഴ്സണൽ ലൈഫിൽ എന്താണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലും ഓൾറെഡി ഇന്റർവ്യൂവിലും AVയിലും ഒക്കെ ഞാൻ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒരിക്കലും ഒരാളുടെ അടുത്തും ഒരു ഇതിലും പോയിട്ട് ഞാൻ അവിടെ പോയിട്ട് മറയ്ക്കും തിരക്കും എന്നുള്ള രീതിയിൽ ഒന്നും സംസാരിച്ചിട്ടില്ല. ബട്ട് യു ലൈക്ക് എല്ലാവരോടും അല്ലെങ്കിൽ അറിയാവുന്നവരോടൊക്കെ അവിടെ പോയി മറയ്ക്കും എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഇപ്പം സ്നേഹയാണെങ്കിലും പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞത് മാരാർക്കും കൊണ്ടു, മാരാറ് അത് വളരെ നീറ്റായിട്ട് ആത്മസമീപനത്തോടു കൂടി വല്ല ചില്ലായിട്ട് വീഡിയോ ചെയ്തു. മാരാറ് പറഞ്ഞ സംഭവം നല്ല രീതിയിൽ സായിക്ക് കൊണ്ടിട്ടുണ്ടെന്നുള്ളത് സായിയുടെ ബോഡി ലാംഗ്വേജ് ചെയ്യുന്നും ടോക്ക് ചെയ്യുന്നും ടോൺ ചെയ്യുന്നും ഫേസ് ചെയ്യുന്നും എല്ലാം മനസ്സിലാവുന്നുണ്ട്. അപ്പം സീക്രട്ട് ഏജന്റ് ആയിട്ട് തന്നെ 10 മടങ്ങായിട്ട് പുറത്തോട്ട് വരാം. ഈ ഗെയിം എന്ന് പറയുന്നത് ജസ്റ്റ് 100 ഡേയ്സോ 36 ഡേയ്സോ 50 ഡേയ്സോ 60 ഡേയ്സോ പ്രേക്ഷകർ അവിടെ നിർത്താൻ സമ്മതിക്കുന്ന ടൈം പീരീഡ് വരെ ഉള്ളതുള്ളൂ. ആഫ്റ്റർ ദാറ്റ് എവരി വൺ ഹാവ് ലൈഫ്. അപ്പം താങ്കൾ തിരിച്ചു വരാം. ഇതിപ്പോൾ അടുത്തൊരു സീസൺ വരുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊരു സീസൺ വരുമ്പോൾ ഒക്കെ ഈ കമൻസിൻ്റെ ഒക്കെ കപ്പാസിറ്റി കുറഞ്ഞു വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ കുറ്റം പറയാൻ പറ്റത്തില്ല. ആ ഒരു എക്സ്പെക്ടേഷൻ ലൈക്ക് സീക്രട്ട് ഏജന്റ് ആണെങ്കിലും സായി ആണെങ്കിലും ഇത്രയും ഒരു എൻറ്റയർ വലിയ ഒരു സൈലന്റ് ആയിട്ട് ലൈക്ക് ഇപ്പം പറഞ്ഞ മാതിരി സായി ഇങ്ങനെ ചോദിച്ചു അല്ലെങ്കിൽ സായി ഇങ്ങനെ സംസാരിച്ചു, സായി പൊട്ടിത്തെറിച്ചു അല്ലെങ്കിൽ സായിയുടെ ഒരു സംഭവം സ്പാർക്കായിട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല. ടാസ്ക് വൈസ് ഈസ് ഓക്കെ. അതല്ലാതെ ഒരു സ്പാർക്ക് ലെവൽ ചോദിക്കേണ്ട പല കാര്യങ്ങളും സായി അതിൻ്റെ ഉള്ളിൽ ചോദിച്ചില്ല.
വിളിച്ചിട്ടില്ല. ആൻഡ് ഇത്രയും റിവ്യൂ ചെയ്തിരുന്ന വ്യക്തി അതിൻ്റെ അകത്ത് ആദ്യം പോയി ചെയ്തത് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആണ്. ലൈക്ക് ഇൻ ദ സെൻസ് പുറത്തിറങ്ങുന്ന സംഭവം ജാസ്മിനോട് സംസാരിക്കുക, മറ്റു കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഉൾട്ടയായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പ്രേക്ഷകർ ചോദിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ലൈക്ക് എൻഡ് ഓഫ് ദ ഡേ ലൈക്ക് ഇറ്റ്സ് യുവർ ലൈഫ്. സോ ഇങ്ങനെ ഒരു സംഭവം പബ്ലിക്കലി വന്നുകൊണ്ട് തന്നെ സായി നമുക്ക് അറിയാം, നമ്മളിപ്പോൾ ഈവൻ നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധവും അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ സായി എന്തും ഓപ്പണായിട്ട് എന്നോട് സംസാരിക്കുന്ന വ്യക്തിയാണ്, ഈവൻ അഭിപ്രായങ്ങൾ പറയുന്ന വ്യക്തിയാണ്. അതേപോലെ ഞാനും അങ്ങോട്ട് അഭിപ്രായങ്ങൾ പറയുന്ന വ്യക്തിയാണ്. സോഷ്യൽ മീഡിയ ലൈഫ് ടോക്ക് അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെല്ലാം അതേ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സായി. സോ ഇതിൽ ഞാൻ സംസാരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളുടെ ചോദ്യത്തിനോ അല്ലെങ്കിൽ അവിടെ ഒന്നും എനിക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല. കാരണം ഈ പ്രേക്ഷകരെ എല്ലാവരെയും സായി ഇപ്പം ആ വീഡിയോ ഇട്ട് കാണിച്ചു എന്നുണ്ടെങ്കിലും സായിയുടെ വൈഫായ സ്നേഹയ്ക്ക് പോലും ഡൗട്ട് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പലർക്കും ഈ പറഞ്ഞ മാതിരി വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്കും അറ്റ്ലീസ്റ്റ് ഒരാളും ക്ലോസ് ആയ ആളുകളും വന്ന് പറഞ്ഞിട്ടില്ല സായി ആയിട്ടാണ് പോയിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഇൻട്രോ സായിയുടെ വൈഫും കണ്ടതല്ലേ. അപ്പം എന്തുകൊണ്ടാണ് സ്നേഹ ഇന്റർവ്യൂവിൽ വന്നിട്ടും സീക്രട്ട് ഏജന്റ് ആയിട്ട് കളിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പല സിറ്റുവേഷനിലും മിണ്ടെന്ന് കണ്ടിട്ടും മിണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഗെയിം ഡ്യൂഡ്. കാരണം അങ്ങോട്ട് നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ജസ്റ്റ് ലീവ് ഇറ്റ് ഗോ. ലൈക്ക് നോ, നിങ്ങൾ സംസാരിച്ചത് കഴിഞ്ഞ് ഫ്ലഷ് ഔട്ട് ചെയ്ത് നിങ്ങൾ ഓക്കെ ആയിട്ടൊന്ന് പോകുന്നു. അപ്പം എന്തായാലും മാരാറ് വലിച്ചു കീറി അത് അത് ഉള്ളിലോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. സായി പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്കും നല്ല രീതിയിൽ വിയോജിപ്പുണ്ട്. സോ എൻ്റെ പെർസെപ്ഷനാണ് ഞാനിവിടെ ലൈക്ക് ഡിസ്ക്ലോസ് ചെയ്തത്. അപ്പം പ്രേക്ഷകർ അത് നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്താണ് തോന്നുന്നത്? ലൈക്ക് എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പെക്ടേഷൻ? എവിടെയാണ് സായിൽ തെറ്റിയത്? എന്താണ് ഏതാന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഗുഡ് വൈബ്സ്.